നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോയ 3 പെൺകുട്ടികളുടെ ഫോട്ടോയാ. ഇപ്പൊ അവരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയേണ്ടത്. പഴയ അവരുടെ ഫോട്ടോയിൽ നിന്ന് ഇപ്പോഴത്തെ അവരുടെ ചിത്രം വരയ്ക്കണമെങ്കിൽ അത്യന്തം പ്രതിഭാശാലിയായ ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ പറ്റൂ. ഈശ്വര, ഇയാൾ ഇപ്പോഴും ഞങ്ങൾ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും തീരുമാനിച്ച് നടക്കുകയാണല്ലോ. അത്രയും കഴിവുള്ള ആർട്ടിസ്റ്റിനെ കിട്ടാൻ എന്തൊരു പ്രയാസമാണെന്ന് അറിയാമോ? അതിനുള്ള അവസാന ശ്രമമാണ് ഈ എക്സിബിഷൻ വന്നത്. അതെ, സാറിന് ആവശ്യം പ്രതിഭാശാലിയായ ഒരു മികച്ച ആർട്ടിസ്റ്റിനല്ലേ? ഞാൻ തരാം സാർ അങ്ങനെ ഒരാളെ. ആരാ അത്? അത്ര ഫേമസ് ആണ് സാർ? പേരും പ്രശസ്തിയൊന്നും അല്ലല്ലോ പ്രധാനം, കഴിവല്ലേ? സാറിന്റെ ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് തന്നാ പോരെ? അത് മതി. കാണാതെ പോയ ആ പെൺകുട്ടികളുടെ ചിത്രം കൃത്യമായി എനിക്ക് വരച്ചു തരാൻ കഴിവുള്ള ആരായാലും മതി. തരും സർ, കൃത്യമായി വരച്ചു തരും, ഞാൻ ഗ്യാരണ്ടി. ആളാരാണെന്ന് പറഞ്ഞില്ല. ദേ, ഇവള് തന്നെ, ഈ ആര്യ. ആ പെൺകുട്ടികളുടെ മുഖം ഇവൾക്ക് കൃത്യമായിട്ട് വരച്ചു തരാൻ പറ്റും അല്ലേ ആര്യ? അത് എനിക്ക് നീ എന്താ വിൽക്കുന്നേ? നിനക്ക് പറ്റൂന്ന് ഉറപ്പല്ലേ? പിന്നെന്താ ഹരിയേട്ടാ? അത് എന്ത്? എന്താ ആര്യക്കൊരു ആത്മവിശ്വാസക്കുറവ്? അത് പെട്ടെന്ന് കേട്ടതുകൊണ്ടുള്ള ടെൻഷനാ സർ. ഒട്ടും പേടിക്കണ്ട സർ, ധൈര്യമായിട്ട് ഇവളെ ഏൽപ്പിച്ചോളൂ. ഈശ്വര, അയാൾ വേറെ ആരെങ്കിലും ഈ ജോലി ഏൽപ്പിച്ച ചേച്ചി ഞങ്ങൾ കൊടുങ്ങുമല്ലോ. കൃത്യമായി അയാൾ ഞങ്ങളെ കണ്ടെത്തുമെന്ന് ഉറപ്പാ. അതിനേക്കാൾ ഈ ടാസ്ക് ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. സർ, ഞാൻ അവർക്ക് ചെയ്യാം. എനിക്ക് തന്നെ ആ വർക്ക് തരണം. ഞാൻ നന്നായിട്ട് ചെയ്തോളാം. കുട്ടിക്ക് എന്തോ ഒരു പേടിയുള്ള പോലെ തോന്നുന്നല്ലോ. പേടിയൊന്നും ഇല്ല സർ, ഞാൻ വരച്ചു തരാം. ഇവള് പറഞ്ഞതാ സർ, ധൈര്യമായിട്ട് ജോലി ഏൽപ്പിച്ചോളൂ. ശരി, ഒരു കാര്യം ചെയ്യാം. ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് വന്നോളൂ. അതിനെന്താ സർ, ഞങ്ങൾ വരാം. അത് പറ്റില്ല. ഇന്ന് മത്സരമൊക്കെ കഴിഞ്ഞ് ടയർഡായിരിക്കും സർ. നാളെ വരാം. ശരി, ഞാൻ അഡ്രസ് ഹരിക്ക് മെസ്സേജ് ചെയ്തേക്കാം. ഹരി നമ്പർ പറ. ഞാൻ സാറിന് നേരത്തെ വിളിച്ചിട്ടുണ്ട്, സാറ് മറന്നതാ. ഞാൻ വീട്ടിലെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തേക്കാം. നിങ്ങൾ വന്നാൽ മതി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ദെൻ. ഓക്കെ. നിന്റെ മോളെ, നിന്റെ ഭാഗ്യമാണ്. സൂപ്പർ ടൈം, ഉഗ്രൻ വർക്കല്ലേ കിട്ടിയിരിക്കുന്നത്. അയാൾ ആരാണെന്ന് എനിക്കറിയോ ഹരി. ഈ ചെകുത്താന്റെ കെണിയില് ഞങ്ങൾ പോയി വീഴാതിരിക്കാനാവും ഈശ്വരൻ എന്നെ അയാളുമായി കൂട്ടുമുട്ടിച്ചത്. ഈശ്വര, ഈ ടാസ്ക് എനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റണേ. നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ ആരും ആയിക്കോട്ടെ, എന്തായാലും ഈ പൂർണിമ എനിക്കറിയാം. കഴിഞ്ഞ കുറച്ചു നേരം കൊണ്ട് നിങ്ങളെയും ഈ മേലാറ്റുപടിക്കൽ ദിനേശ് മേനോൻ ആരാണെന്ന് അറിയണമെങ്കിൽ നീ പത്തനംതിട്ട ടൗണിൽ വന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ ഇപ്പോ അഭിലാഷിന്റെ അച്ഛൻ മാത്രമല്ലേ, ആ നിലയ്ക്ക് എനിക്ക് അറിഞ്ഞാ മതി. മേലാറ്റുപടിക്കലെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആക്ച്വലി പൂർണിമ പറഞ്ഞാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്നത്. +2 കാലം മുതൽ വഴിയോരത്തും ബസ് സ്റ്റാൻഡിലും കോളേജ് നടയിലും കാവല് നിന്നിട്ടാ നിങ്ങളുടെ മകൻ അഭിലാഷ് പൂർണിമയുടെ മനസ്സ് മാറ്റിയെടുത്തത്. അപ്പോഴൊന്നും അവൻ പൂത്ത പണക്കാരന്റെ മകനും MBA കാരനും ഉയർന്ന സമുദായക്കാരനാണെന്നൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല. ഒരിക്കലും അവനെ തിരിഞ്ഞു നോക്കാതിരുന്ന അവളെ സ്വന്തം കൈവെള്ളം മുറിച്ച് ചോര കൊണ്ട് ഐ ലവ് യു എന്ന് എഴുതി കാണിച്ച അവൻ വീഴ്ത്തിയത്.
മകന്റെ ഇടത് കൈവെള്ള പിടിച്ച് നോക്കിയാ മതി. ആ പാടിപ്പോഴും നിങ്ങൾക്കവിടെ കാണാം. കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളുടെ സങ്കുചിത മനസ്സറിയാവുന്ന മകൻ പൂർണിമയോട് തങ്ങൾക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന പൂർണിമ അതിന് സമ്മതിച്ചില്ല. ഇരു വീട്ടുകാരും സമ്മതിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് അഭിമാനം തോന്നി. നിങ്ങൾ മാതാപിതാക്കളുടെ പുണ്യം ഓർത്ത്. പക്ഷേ ഇപ്പൊ എനിക്ക് പുച്ഛം തോന്നുന്നു. ഈ കുട്ടികളോട് സഹതാപവും. എടീ, ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എത്ര സൂക്ഷിച്ചാലും ഇതിലും ലഘുവായി അഞ്ജലിക്ക് പറയാൻ കഴിയില്ല സർ. ഇവർക്ക് രണ്ടുപേർക്കും പഠിപ്പുണ്ട്, മെച്ചപ്പെട്ട ജോലിയും കിട്ടും. ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ ആരെയും കൂസാതെ അന്തസ്സായിട്ട് ജീവിക്കാനും കഴിയും. എന്നിട്ട് നിങ്ങളുടെ അനുവാദത്തിനായി താണ് കേണു നിൽക്കുന്നു, സമ്മതത്തിനായി കൈകൂപ്പി യാചിക്കുന്നു. അതിനൊരർത്ഥമേ ഉള്ളൂ സർ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും തങ്ങളെക്കാളും നിങ്ങളെ അവർ ബഹുമാനിക്കുന്നത്. പ്രണയിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒരാണും പെണ്ണും തീരുമാനം എടുക്കുന്നത് ഈശ്വരൻ കാവൽ നിൽക്കുന്ന നിമിഷങ്ങളിലാണ് സർ. ഒരിക്കൽ ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിരിയുന്നത് മരണവേദനയാണ് സർ. ആ വേദന സഹിച്ചിട്ടും പൂർണിമ നിങ്ങളുടെ മകനെ വിട്ടുതരാൻ തീരുമാനിച്ചത് നിങ്ങൾ അഭിലാഷിന്റെ ജീവിതം നരകമാക്കുമോ എന്ന് ഭയന്നിട്ട് മാത്രമാ. ആ ഒറ്റ വാചകം കൊണ്ട് അവള് തെളിയിച്ചത് നിങ്ങളെക്കാൾ നിങ്ങളുടെ മകന്റെ ക്ഷേമം അവൾ പരിഗണിക്കുന്നു എന്നതാണ്. അവൻ ഒരു കാലത്തും സങ്കടപ്പെട്ട് നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെടരുതെന്നാ അവൾ ആഗ്രഹിക്കുന്നത്. അതെ, ഞാനും സാറും ഡോക്ടറും ഒക്കെ ആണുങ്ങളാ. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മളെ ഒറ്റപ്പെടുത്താത്ത, എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അഭിലാഷിന് കിട്ടിയ കുട്ടി അതിന് യോഗ്യയാണ്. ആ കുട്ടി മാത്രമാണ് അതിന് യോഗ്യമായിട്ടുള്ളതും. തീർച്ചയായും ഇപ്പൊ വേണമെങ്കിൽ സാർ മകന്റെ കൈയും പിടിച്ചിറങ്ങിക്കോളൂ. പക്ഷേ ഒരിക്കലും പൂർണിമയെക്കാളും നല്ലൊരു വധുവിനെ നിങ്ങളുടെ മകനും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മകൻ നിങ്ങളെ വെറുക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാ പ്രസാദേട്ടാ, ഇനി നമുക്ക് പോവാം. ഈ വിവാഹം നടക്കില്ല. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.